മൈനെ രാജാ മൈനെ രാജാ മൈ വിളിക്കൂല. അതെന്താ വിളിക്കാത്തെ? അത് വിളിച്ചാ ഇവിടുത്തെ കാരണവർ എന്നെ തെറി പറയും. മൈന 1999 പെരിങ്ങമല ഇബ്രൽ കോളേജ്. If you want me, You just close your eyes. I will be there. Only heartbeat. സിനിമ ഇറങ്ങിയതിന്റെ അന്ന് ഞാൻ എന്റെ കൂടെ പ്രേമിക്കുന്ന കാലം എന്റെ പുറകിൽ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അവസാനം എനിക്കൊന്ന് നെഞ്ചുവേദന വന്ന് ഞാൻ ഇങ്ങ് ഇരുന്നപ്പോ യവനോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് ഗുളിക വഴിച്ചു തരാൻ. എവൻ എന്തോ കാണിച്ചത്? നീ എന്തോടാ കാണിച്ചത്? ഞാൻ പറയാടി ബാക്കി. ഞാൻ പറയാം. ഞാൻ മോതിരം ഊരി അവന് കൊടുത്തു. പൈസ ഇല്ലാഞ്ഞിട്ട് പോയി മാറ്റിക്കൊണ്ട് വരാൻ. അവൻ മോതിരവും മേടിച്ചിട്ട് എന്റെ കൂട്ടുകാരി മഞ്ജുവിന്റെ ആക്റ്റീവിയ കയറി ഒറ്റ ഞാൻ പറഞ്ഞുതരാടി. എടി മഞ്ജു പറഞ്ഞ് നിനക്കുള്ള ഗുളിയ ഇവിടെ കൊല്ലത്ത് ബീച്ചിന്റെ അടുത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോ ആ മെഡിക്കൽ സ്റ്റോർ ക്ലോസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനും മഞ്ജുവും കൂടി അവിടെ നിന്ന് ഒരു ഗോലി സോഡയൊക്കെ അടിച്ച് അവിടെ നിന്നപ്പോ മഞ്ജു എന്റെ അടുത്ത് പറഞ്ഞ് കോവളം ബീച്ചിന്റെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാനും മഞ്ജുവും കൂടി നേരെ കോവളം ബീച്ചിൽ അവിടെ ചെന്നപ്പോ ആ മെഡിക്കൽ സ്റ്റോറിൽ ആ മരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒരു കുലുക്കി സർബത്ത് ഒക്കെ കുടിച്ചോണ്ടിരുന്നപ്പം മഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് നേരെ കന്യാകുമാരി പോവാം, കന്യാകുമാരി പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് മസ്റ്റായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കന്യാകുമാരി ചെന്നപ്പോ അവിടെ അസ്തമനം. പിന്നെ മഞ്ജു പറഞ്ഞ് നമുക്ക് നേരം വെളുത്തിട്ട് ഉദയമൊക്കെ കണ്ടിട്ട് പോയാ പോരേ ചേട്ടാ എന്ന് എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്റെ ഗ്യാസിന്റെ പേരിൽ ഓസിന് കുലുക്കി സർബത്തും കഴിച്ച് ഇവർ പോയി ഉദയം അങ്ങട് കണ്ടു. അങ്ങനെയൊന്നും പെട്ടെന്ന് എന്റെ അസ്തമയം മൈനയ്ക്ക് സംഭവിക്കത്തില്ല. അവിടെ ഇതെവിടെ ആരുടെ? അതെ, ഇന്നെന്റെ ആദ്യരാത്രിയാണ്. അപ്പൊ നീ അവളെ തന്നെ കെട്ടിയ? മഞ്ജുനെ തന്നെ കെട്ടിയ? ഇല്ലല്ല, മഞ്ജുനെ കെട്ടിയില്ല. പിന്നെ നീ ആരെ കെട്ടിയത്? ഇപ്പൊ ഇത് ഞാനൊരു പാവപ്പെട്ട ഒരു സത്യസന്ധയായ ഒരു കൊച്ചിനെയാണ് വിവാഹം കഴിച്ചത്. ആ കൊച്ചിന്റെ വിധി. അല്ല, അവൾ ഇവിടെ ഇവിടെ നിന്ന് കേട്ട കാണാനില്ല, കൂട്ടുകാരി കാണാൻ എന്തോ പുറത്തോട്ട് ഇവിടെ പോയത്. പുഷ്പം ചൂടി നീ ഇപ്പൊ ഇവിടെ ആയിരുന്നെന്ന്? ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വന്നേ. കൂട്ടുകാരി ഇവിടെ മനുഷ്യന്റെ അടിച്ച് നിൽക്കുമ്പോൾ ഇത് എന്റെ കൂടെ പഠിച്ചതാ മൈന. കല്യാണത്തിന് വരാൻ താമസിച്ചു, അതുകൊണ്ട് നമ്മൾ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. അതെ 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 അതെ. ഇതാണ് എന്റെ ഭാര്യ. എന്ത് നീ പ്രേമിക്കുന്ന സമയത്ത് നീ എന്റെ അടുത്ത് എന്തോ പറഞ്ഞത്? എന്തോ പറഞ്ഞു? ഞാൻ മിന്നാരത്തിൽ ശോഭനയെ കണക്കാണ്. കൈവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തോ പറഞ്ഞു. ഇതെന്തുവാടാ? ഇതെന്തുവാ? എന്ത് കുഴപ്പമെന്തോ? അല്ല, പുള്ളി പറയായിരുന്നേ നിന്നെ കാണാൻ തെങ്കിയിലെ ഉറുമളെ പോലെ ഇരിക്കണമെന്ന് പറയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടാനെ കുടിക്കാൻ വല്ലതും കൊടുത്തായിരുന്നു? ഇല്ല, ഇപ്പൊ വന്നല്ലേ ഉള്ളു കുടിക്കാൻ. ചായ എടുത്തിട്ട് ഒന്ന് കൊടുത്തേ, ഒന്ന് തിരിഞ്ഞേ, ഒന്ന് ഓടി ഒന്ന് കാണട്ടെ. എനിക്ക് ഓടാൻ അറിയത്തില്ല. ഓട്. അറിയത്തില്ല. ഓട്. അയ്യോ.